എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഇടയിൽ നല്ലൊരു ശതമാനം ആളുകളിലും പകർച്ചവ്യാധി പോലെ കണ്ടുവരുന്ന ഒന്നാണ് ഹൃദ്രോഗം. പ്രായഭേദമന്യേ കാണപ്പെടുന്ന ഒന്നാണിത്. വ്യായാമരഹിതമായ ജീവിതവും അതോടൊപ്പം താളം തെറ്റിയ ജീവിത രീതിയും ഭക്ഷണക്രമങ്ങളുമാണ് ഹൃദ്രോഗത്തിന് വഴിയൊരുക്കുന്നത്. അഷ്ടാംഗയോഗത്തിൽ പ്രതിപാദിക്കുന്ന സർവാംഗാസനവും മത്സ്യാസനവും പരിശീലിക്കുന്നത് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു. അപ്പൊ നമുക്ക് അവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് സർവാംഗാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടല് നിവർന്ന് കിടക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും ഉയർത്തിക്കൊണ്ടുവരികയും അരക്കെട്ടിനെ പതിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇരു കൈവെള്ളകളിലുമായി ശരീരത്തെ ഉയർത്തി താങ്ങി നിർത്താൻ ശ്രമിക്കുക. ഈ അവസ്ഥയിൽ തലയുടെ പുറകുവശവും ഇരു കൈകളുടെയും തോളുകൾ മുതൽ കൈമുട്ടുകൾ വരെയുള്ള ഭാഗങ്ങളും ഇത്രയും മാത്രമേ തറയിൽ പതിഞ്ഞിരിക്കാൻ പാടുള്ളൂ. ബാക്കി കഴുത്ത് മുതൽ കാൽവിരലുകൾ വരെയുള്ള ഭാഗങ്ങൾ ഒരു നേർരേഖ വരച്ച രീതിയിൽ നേരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടർന്നതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കാലുകളും പതിയെ താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കാവുന്നതാണ്. കാലുകൾ താഴ്ത്തിക്കൊണ്ടുവരുന്ന സമയം ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പതിയെ കാലിനെ താഴ്ത്തി തറയിലേക്ക് നീട്ടിവെക്കാൻ ശ്രമിക്കുക. അതല്ലാതെ മുകളിൽ നിന്ന് താഴ്ന്നു വരുന്ന സമയം തന്നെ ഇരു കാലുകളും തറയിലേക്ക് അടിച്ചു വീഴാതിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേ രീതിയിൽ 1-2 തവണ കൂടി പരിശീലിക്കാം. ആരും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ സർവാംഗാസനത്തിന്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. ദിവസേന ഇത് പരിശീലിക്കുന്നതിലൂടെ മാത്രമേ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ആദ്യമായി പരിശീലിക്കുന്ന അന്ന് തന്നെ ഓരോ ആസനവും അതിന്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുമ്പോൾ ഇത് പരിശീലിക്കുന്ന വ്യക്തിക്ക് തന്നെയായിരിക്കും സകല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അവനവന് പറ്റുന്ന രീതിയിൽ മാത്രം പരിശീലിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് മത്സ്യാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക. അതിനുശേഷം ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ രണ്ടും പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കാവുന്നതാണ്. ഇനി ശരീരം അല്പം ഉയർത്തി വലത് കൈയുടെ മുകളിൽ ഇടത് കൈ വരുന്ന രീതിയിൽ പൃഷ്ഠഭാഗത്തിന് താഴെയായി തറയിൽ ഇരു കൈപ്പത്തികളും പതിച്ചു വെക്കേണ്ടതാണ്. ഇനി ശരീരം താഴ്ത്തി കൈപ്പത്തികൾക്ക് മുകളിൽ വരുന്ന രീതിയിൽ പതിച്ചു വെക്കുകയും ഇരു കാലുകളും നീട്ടിവെക്കുകയും ചെയ്യുക. അതിനുശേഷം ഇരു കൈകളുടെയും മുട്ടുകൾ തറയിലൂന്നി നെഞ്ച് അല്പം ഉയർത്തി കൊണ്ടുവന്നതിന് ശേഷം തല പുറകിലേക്ക് വളച്ച് നെറുക തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുക. ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടർന്നതിന് ശേഷം ഇരു കൈമുട്ടുകളും തറയിലൂന്നി ശരീരം അല്പം ഉയർത്തിയതിനു ശേഷം തല നേരെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ 1-2 തവണ കൂടി പരിശീലിക്കാം. മത്സ്യാസനം യഥാർത്ഥമായും പരിശീലിക്കേണ്ട രീതി ഇതല്ല. അത് ഏതെന്ന് കൂടി നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോ കാല് നീട്ടി വെച്ച് പരിശീലിച്ചതിന് പകരം പത്മാസനത്തിൽ ഇരിക്കേണ്ടതാണ്. അതിനുശേഷം ശരീരം പുറകോട്ട് കൊണ്ടുവന്ന് മലർന്നു കിടക്കുകയും ഇതേ രീതിയിൽ തന്നെ ഇരു കൈകളുടെയും മുട്ടുകൾ തറയിലൂന്നി ശരീരത്തെ ഉയർത്തിക്കൊണ്ടു വന്നതിന് ശേഷം തല പുറകിലേക്ക് വളച്ച് നെറുക തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ഇരു കൈകളും മുന്നിലേക്ക് കൊണ്ടുവന്ന് വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ഇടതുകാലിന്റെ തള്ളവിരലിലും ഇടത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് വലതുകാലിന്റെ തള്ളവിരലും പിടിച്ചതിന് ശേഷം
കൈമുട്ടുകൾ തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുക. ഈ നിലയിൽ ഇരുന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. ഇതാണ് മത്സ്യാസനം പരിശീലിക്കേണ്ട യഥാർത്ഥമായ രീതി. ഒട്ടുമിക്ക ആളുകൾക്കും പദ്മാസനത്തിൽ ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കാല് നീട്ടിവെച്ച് മത്സ്യാസനം പരിശീലിക്കേണ്ട രീതി കൂടി പറഞ്ഞു തന്നത്. പദ്മാസനത്തിൽ ഇരുന്നതിന് ശേഷം പുറകിലേക്ക് കിടക്കാൻ സാധിക്കുന്നവർ ഈ രീതിയിൽ മാത്രം മത്സ്യാസനം പരിശീലിച്ചാൽ മതിയാകും. ഇപ്പൊ നമ്മൾ പരിശീലിച്ച സർവംഗാസനവും മത്സ്യാസനവും ദിവസേന പരിശീലിക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തിയെടുക്കാൻ വളരെയധികം സഹായിക്കും. ഇവ പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമെന്ന് പറയുന്നത്, സർവംഗാസനം പരിശീലിക്കാൻ എത്രത്തോളം സമയം എടുത്തുവോ അതിന്റെ 1/3 സമയമെങ്കിലും മത്സ്യാസനം പരിശീലിക്കുന്നതിനായി എടുക്കേണ്ടതാണ്. ഇവ രണ്ടും പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.